കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ നമുക്ക് താങ്കളുടെ വിശ്വരൂപം മനസ്സിലായി. എന്നാൽ നാം താങ്കളുടെ കൂടെ വരുന്നില്ല. പരപുരുഷനെ അറിഞ്ഞുകൊണ്ട് നാം തൊടുകയില്ല. രാവണൻ നമ്മെ തടവിലാക്കിയത് നേര്. വിധിവശാൽ സംഭവിച്ചതാണത്. പോയി രാമദേവനെ വിവരം അറിയിക്കൂ. എത്രയും വേഗം ഇവിടേക്ക് വന്ന് നമ്മെ രക്ഷിക്കാനും പറയൂ. അടിയൻ. രണ്ടുപേരും കലക്കി. കൺമണി, എനിക്ക് കൺമണിയോടായിട്ട് മാത്രം ഒന്ന് സംസാരിക്കണം. എന്റെ ഭാര്യയെ കുറിച്ച്. ആശാന്റെ ഭാര്യയെ കുറിച്ച് എന്തിനാ നമ്മളോട് പറയണത്? കാര്യമുണ്ട്, എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് കൺമണി രവിചന്ദ്രവർമ്മൻ എന്നൊരാളെ കുറിച്ച് അറിയണം. അയാൾ ജീവന തുല്യം സ്നേഹിച്ച ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയണം. അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയണം. അവരൊന്നായ നിമിഷങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും കൺമണി അറിയണം. എന്റെ സൈക്കിള് പഞ്ചറായി. സോറി സർ. അകത്തൊരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ? വേറെ ഓട്ടോ വിളിച്ചു പോയാൽ മതി. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണ്. കൺഗ്രാറ്റ്സ് ചേട്ടായി.
Srilakshmi had an abortion due to the impact of the fall. രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം രവിയും ശ്രീലക്ഷ്മിയും നീലഹസ്തി എന്ന സ്ഥലത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോണം. എന്ത് കാര്യമായാലും ശരി, പുണ്യപീഠത്തിലെത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഏത് വലിയ പ്രശ്നമായാലും അതിനുടനടി പരിഹാരം ഉണ്ടാവും. എന്റെ മോളെ സാറ് കൊണ്ടുവരില്ലേ? കൊണ്ടുവരും, കൊണ്ടുവരും. എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിത്തരും ഞാൻ. അല്ല, ആശാന്റെ ഭാര്യ ചത്തുപോയിന്ന് ഉറപ്പായ സ്ഥിതിക്ക് പിന്നെ ഇവിടെ താമസിക്കേണ്ട കാര്യം എന്താ? അത് മാത്രല്ല, നമ്മൾക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, ആശാന്റെ ഭാര്യയുടെ കാര്യം നമ്മളോട് പറയുന്നത് എന്തിനാ? പറയാം. ശ്രീലക്ഷ്മി, ആ ഒരാളിൽ എൻ്റെ ലോകം, എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായിപ്പോയി എന്ന് വേണം പറയാൻ. അതാണ് സത്യം. പുണ്യപീഠത്തിലേക്ക് പോയ ജീപ്പ് അപകടത്തിൽപ്പെടുകയും ആ സമയത്ത് മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത എൻ്റെ ശ്രീലക്ഷ്മിയെ പിന്നെ ഞാൻ കാണുന്നത് വല്ലാത്തൊരു സാഹചര്യത്തില് ഈ നാട്ടിൽ വെച്ച്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അത് ശരി. വീണ്ടും ആശാൻ അവളെ കണ്ട, അതും ഈ നാട്ടിൽ വെച്ചാ? എന്നിട്ടെവിടെ? ഇവിടെ എൻ്റെ കൺമണ്ണിൽ. ഹസ്തനപുരി കൺമണി എന്ന കണ്ണകി. നീ 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 ശരിക്കും ഇതൊരു അത്ഭുതമാണോ അതോ ഈശ്വര നിശ്ചയമാണോ എന്ന് എനിക്കറിയില്ല. നിർത്തുന്ന്, വെറുതെ ഓരോന്ന് പറയരുത്. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? നമ്മൾ നിങ്ങളുടെ ഭാര്യയാണെന്നോ? ദേ, ആവശ്യമില്ലാത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, അയാളൊരു കഥ. കൺമണി, ഞാൻ പറഞ്ഞതൊക്കെ ഏതൊരാൾക്കും കെട്ടുകഥയായിട്ട് തോന്നും. പക്ഷെ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. എൻ്റെ ശ്രീലക്ഷ്മി എന്നെ വിട്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൺമണിയിൽ ഞാൻ കാണുന്നത് എൻ്റെ ശ്രീലക്ഷ്മിയെ തന്നെയാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ നിങ്ങളുടെ കൂടെ ഭാര്യയായിട്ട് താമസിക്കണമെന്നാ? അത് കൺമണിയുടെ തീരുമാനം അനുസരിച്ച് മാത്രം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കൺമണി. ഞാനിപ്പോ ആലോചിക്കുന്ന എൻ്റെ കാര്യമല്ല. മരണക്കിടക്കയിൽ തൻ്റെ മകളെ അവസാനമായി ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് നാട്ടിൽ.
ശ്രീലക്ഷ്മിയുടെ അച്ഛന് വാക്ക് കൊടുത്തത് ശ്രീലക്ഷ്മിയെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തരുമെന്ന്. ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാവും. അതിന് ഞാൻ ഏതറ്റം വരെ പോകാൻ ഒരുക്കുക. ഇതിലിപ്പം നമ്മൾ എന്ത് വേണമെന്നാ? കൺമണിയുടെ ചേച്ചിയുടെ കാഴ്ച തേച്ച് കിട്ടാനുള്ള എല്ലാ ചെലവും അത് എത്രയാണെങ്കിലും ഞാൻ തരാം. 2 മാസം, 2 മാസത്തേക്ക് കൺമണി എന്നോടൊപ്പം വരണം. ഒരുപാട് പേരുടെ ആത്മരക്ഷ, ജീവിതം, പ്രതീക്ഷ, ഇതിനെല്ലാം കൺമണി സഹായിക്കണം. അത് വേണം. അതിനുവേണ്ടി ശ്രീലക്ഷ്മിയായിട്ടൊന്ന് വന്ന് അഭിനയിക്കണം. അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കൺമണിയെ ഞാൻ ഫ്രീ ആക്കാം. ഞാൻ അവരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. ഇത് എൻ്റെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. മതി. നിങ്ങൾ ഈ കണ്ണമ്മയെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾക്ക് പൈസ ആവശ്യമുള്ളത് സത്യം തന്നെയാ. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ കൂടെ ഈ വേഷം കെട്ടാനും നമ്മൾ തയ്യാറായത്. സീതയെങ്കിൽ സീത, ഇനി ജഡായുമെങ്കിൽ ജഡായി. നിങ്ങൾ നമ്മളെ അരിഞ്ഞു വീഴ്ത്തിയാലും എന്റെ ചേച്ചിയുടെ കണ്ണ് തുറക്കണം. അത്രേ ഉള്ളൂ നമുക്ക്. കണ്ടാ, ഇത് കണ്ടാ? കോടാലിയും വെട്ടുകത്തിയും പിടിച്ച് തഴമ്പിച്ച കയ്യായത്. ഇതെല്ലാം നമ്മൾ സഹിക്കണത് എന്റെ ചേച്ചി ഒരുത്തിക്ക് വേണ്ടിയാ. അങ്ങനെയുള്ള നമ്മളുടെ അവസ്ഥ മുതലെടുക്കുകയാണോ? നമ്മളുടെ ചേച്ചിയുടെ ഓപ്പറേഷൻ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് നടത്തിക്കോളാം. മകളെ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛനെ നമ്മൾക്ക് പറ്റിക്കാൻ പറ്റില്ല. ആ പൈസ നമ്മൾക്ക് വേണ്ട. ആരെയും പറ്റിക്കാനും ജീവിതത്തിൽ അഭിനയിക്കാനും ഈ കണ്ണമ്മയെ കിട്ടൂല. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്താ കരുതിയിരിക്കണത്? നമ്മളെ കണ്ട നിങ്ങളുടെ ഭാര്യയാണെന്ന് അവർക്ക് വിശ്വസിക്കുന്നോ? പെറ്റ അമ്മയ്ക്ക് മനസ്സിലാവും ജന്മം കൊടുത്ത കുഞ്ഞിനെ. നിങ്ങൾ എന്നെ ഏത് വേഷം കെട്ടി നിർത്തിയാലും ഇമാതിരി പരിപാടിയും കൊണ്ട് മേല നമ്മളുടെ കൺമുന്നിൽ കണ്ടുപോരുത്. നിങ്ങൾ കരുതിയിരിക്കുന്ന ആളല്ല ഈ കൺമണി. നമ്മളുടെ സ്വഭാവം അതല്ല. മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കണ്ണ, നീ എന്തിനാ കരയണത്? ഈ ഹനുമാൻ നിന്നെ വല്ലതും ചെയ്തോ? നമ്മളുടെ കണ്ണനെ എന്തിനാ നിങ്ങൾ കരയിച്ചത്? ഞാൻ കരയിച്ചൊന്നുമില്ല. ചോദിച്ച അഡ്വാൻസ് കരാറിന്റെ പകുതി 10,000. എന്തിനാ? ആ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനോ? ഇത് അയാളുടെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക്. വാടകയ്ക്ക് ഭാര്യ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോ അവക്ക് കൊടുക്കാം. അവന്റെ ഒരു നാടകം. ഈ സീതക്കുപ്പായം നമ്മൾ ഇവിടെ എത്തിച്ചോളാം. മേലെ നമ്മളുടെ പുറകെ വരരുത്, പറഞ്ഞേക്കാം. വാ.
ചേച്ചി, ദേവി ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി, ദേവി ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി, എന്താടാ? ദേവി ചേച്ചിയെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ. അയ്യോ, ആ ചേച്ചി. എന്താ മോളെ? അല്ല, ദേവി ചേച്ചിയെ കണ്ടാ? ഇല്ല, ഇപ്പോഴൊന്നും കണ്ടില്ല. എന്താ മോളെ? വൈകുന്നേരം ഞാൻ കണ്ടതാണല്ലോ. ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല. മോനെ, നീ അകത്ത് നോക്കിയോ? ഞാൻ എല്ലായിടവും നോക്കി, കാണാനില്ല. കാണുന്നില്ലേ? പിന്നെ സുജാത ഇത് എവിടെ പോയി? കണ്ണും കാണാതെ രാത്രി എവിടെ ഇറങ്ങിപ്പോയിന്ന് ആരോടാ ചോദിക്കുന്നേ? മോൾ ഒരു കാര്യം ചെയ്, ആ ചന്ദ്രന്റെ കടയിലോട്ടോ മറ്റോ പോയോ നോക്ക്. ഞാൻ അപ്പുറത്തെ ജയന്തിയുടെ വീട്ടിലോ മറ്റോ തിരക്കട്ടെ. എന്റെ നീലകണ്ഠ സ്വാമി, ആപത്തൊന്നും വരുത്തല്ലേ. കുട്ടാ, ഒന്ന് വന്നേ. ചേച്ചി, ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി. ദേവി ചേച്ചി, 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 നീ എന്താടി കാണിക്കണേ? നീ എന്താ ചാകാൻ പോവാണോ? അതിന് മാത്രം ഇപ്പൊ എന്താ പ്രശ്നം? 4 മാസം, 4 മാസം നമ്മുടെ മുന്നിലുള്ളൂ. ഈ 4 മാസത്തിനുള്ളിൽ നീ കൂട്ടിയ കൂടൂല മോളെ. നീ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കാഴ്ച കിട്ടൂല.